എൻ്റെ പേര് സതീഷ് ബാബു എന്നാണ്. എൻ്റെ മകനാണ്, എൻ്റെ സഹോദരിയുടെ മകൻ എന്ന് തന്നെ വേണം പറയാൻ. എൻ്റെ സഹോദരിയുടെ മകൻ എൻ്റെ മകൻ തന്നെയാണ്. അവനാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാകില്ല. കൊല്ലപ്പെട്ട ഇന്നലെ ഈ സ്കൂളിൽ നിന്നും ഒരു ക്ലർക്കിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെന്റ് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ. ഹറാസ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. എന്നാൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ സീല് വേണോ അത്രേ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ അതൊന്നും ഇല്ലല്ലോ. സീല് വേണോ അത്രേ. സീല് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം VHSCയുടെ അധ്യാപകൻ, ഇവരുടെ എനിക്ക് തോന്നുന്നു ക്ലാസ് ടീച്ചർ ആയിരിക്കാം, സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു. ഇവർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്തു തരാൻ സൗകര്യമില്ല എന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ, ഇവരെ അവഗണിക്കുന്ന രീതിയിൽ വേറെ എവിടെ നോക്കിയിരിക്കുകയും വേറെ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇന്നലെ എൻ്റെ മകൻ പറഞ്ഞതാണ്. അവിടെ എൻ്റെ സഹോദരിയോട് പറഞ്ഞതാണ് രാത്രി. ഇല്ല, അമ്മയോട് പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ, ചോദിക്കാൻ സമയം തരാം. അപ്പോൾ അയാള് ഈ മക്കൾ വന്ന്, ഒരാളല്ല കുറച്ച് മക്കളുണ്ടായിരുന്നു, അവർ വന്നിട്ട് സീൽ ചെയ്താരും പറഞ്ഞു. അയാൾ ഈ നിഷേധഭാവം തുടരുകയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു സാറേ ഞങ്ങൾ സീൽ എടുത്തുകൊണ്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു സീല് എടുത്തുകൊണ്ട് വരാനായിരിക്കാം ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞു. അതെനിക്കറിയില്ല, അത് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഞാനീ പറയുന്നത്, ഞങ്ങൾ ആ സീൽ എടുത്തോട്ടെ എന്ന് ഇവർ ചോദിച്ചത്രേ. സീൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവർ സീൽ എടുക്കുകയും ഉടനെ അദ്ദേഹത്തിൻ്റെ ആത്മരോഷം ഉണർന്നു. ഒരു തെറിയോടുകൂടി നിൻ്റെ അപ്പൻ്റെ വകയാണോടാ സീല്. ഈ ക്ലർക്കിൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്തെങ്കിലും മോശം പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലൊരു തീ കത്തുന്നുണ്ട്. അതുകൊണ്ടാണ്. അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്താലും മതി. അങ്ങനെ നിൻ്റെ അപ്പൻ്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ, അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത്. തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ് ഇത്. ഈ ക്ലർക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിച്ചത്. മക്കളെ, സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും. നിനക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും. കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് മാത്രം നീ കണ്ടാൽ മതി എന്ന് ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുന്ന പാരൻസാണ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്നത്. അതിന് കിട്ടിയ ട്രോഫിയാണ് നിങ്ങൾ ഈ കണ്ടല്ലോ അല്ലേ.